മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ജംഗ്ഷൻ വരെ എത്തിയല്ലേ? എവിടം വരെ എത്തിയത്? അ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ 3 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? 1S, 6R, 3L. ആ എന്നുള്ള അക്ഷരത്തിൻ്റെ പ്രത്യേകത എല്ലാ വ്യഞ്ജനങ്ങളും നമ്മൾ 36 വ്യഞ്ജനങ്ങൾ എന്നുദ്ദേശിക്കുന്ന ആ ശബ്ദമുള്ള അക്ഷരങ്ങൾ, ചിഹ്നം വേണ്ട. ആ മുതൽ ഋ വരെ ഈ വ്യഞ്ജനങ്ങളുടെ വലതുഭാഗത്ത് നമ്മൾ ആ എന്ന് ശബ്ദിക്കുമ്പോൾ കിട്ടുന്ന വ്യഞ്ജനങ്ങളുടെ വലതുഭാഗത്ത് ചിഹ്നങ്ങൾ ചേർക്കുമ്പോഴാണ് ആ ഇ ഈ ഉ ഊ ഋ. എ എ ഐ എന്നുള്ളത് ഈ 36 വ്യഞ്ജനങ്ങളുടെയും ഇടതുഭാഗത്ത് ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, വാക്കുകളുണ്ടാക്കി. അടുത്തത് നമ്മൾ വീണ്ടും തായ്തടിയിലെത്തി. 1S നേരെ മുകളിൽ ഐ കഴിഞ്ഞിട്ടുള്ള നേരെ മുകളിലായിട്ട് അതേ ദിശയിൽ തന്നെ മുകളിലേക്ക് തന്നെ 2 കൊമ്പുകൾ. ആ കൊമ്പുകളാണ് ഒ ഓ. അവിടെ ഉണ്ടായത് 2 പൂക്കളാണ്, ഇലകളല്ല, 2 പൂക്കൾ. അതുപോലെ ഇരിക്കും, കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനാനുപാതികമായിട്ടുള്ള വാക്കുകൾ ആദ്യം ഓ വച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ നമ്മളുടെ 2 വരെ പുസ്തകം എടുക്കുക. ഏറ്റവും ഇടതുഭാഗത്ത് എന്ത് വേണം? ഓ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും അല്ലേ, ഐ വരെയുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാം. ഒരുമ, ഒരുവൻ, ഒരുവൾ, ഒരാൾ, ഒടിയൻ, ഒളിക്കൺ, ഒരിതൾ, ഒരില, ഒരിടവേള, ഒരിടയൻ, ഒരശരീരി. അടുത്തതെന്താ? നമ്മൾ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്ക്. അവിടെ നമുക്കൊരു ചെറിയ കവിത. മറ്റൊന്നുമല്ല, ഓ എന്നുള്ള ശബ്ദം കിട്ടണമെങ്കിൽ ആ എന്നുള്ള വ്യഞ്ജനത്തോടു കൂടി, അതായത് ആ 36 വ്യഞ്ജനത്തോടു കൂടി ചേരേണമിടതൊരു എ ചിഹ്നം. ആ അക്ഷരത്തിൻ്റെ ഇടതുഭാഗത്ത് എന്ത് വേണം? ഒരു എ ചിഹ്നം. ഏതാണ് എ ചിഹ്നം? പുള്ളി. അപ്പോൾ വലതോ? ശേഷമതാവണം ആ ചിഹ്നം. ഏതാണ് ആ ചിഹ്നം? ദീർഘം. അപ്പം ചേരേണമിടതൊരു എ ചിഹ്നം, ശേഷമതാവണം ആ ചിഹ്നം, അതാണ് ഓ. നമ്മൾ കുറച്ച് ലെറ്റേഴ്സിന് ഓ ചിഹ്നം കൊടുക്കാം. ചേരേണം ഇടതൊരു എ ചിഹ്നം. ക കൊടുത്തു, ക. ചേരേണം ഇടതൊരു എ ചിഹ്നം. അപ്പം എന്തായി? കെ. ശേഷമതാവണം ആ ചിഹ്നം. അക്ഷരത്തിൻ്റെ ശേഷം എന്താവണം? ആ ചിഹ്നം. അപ്പം എന്തായി? കോ. ക, കെ, കോ. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പാടാം. എങ്ങനെയാണ്? ചേരേണമിടതൊരു എ ചിഹ്നം, വലതായി വേണമൊരാ ചിഹ്നം, അതാണ് ഓ. പായെടുക്ക്. ചേരേണമിടതൊരു എ ചിഹ്നം. എന്തായി? പേ. വലതായി വേണമൊരു ആ ചിഹ്നം. പായുടെ വലത് ആ. അപ്പം എന്തായി? പോ. ശരി. അപ്പം നമുക്ക് അത് വെച്ചിട്ട് ഓരോ വാക്കുകളും ഉണ്ടാക്കും. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിച്ച ആദ്യത്തെ സ്വരാക്ഷരങ്ങളും തുടങ്ങിയ വാക്കുകൾ. പക്ഷേ ഓരോ വാക്കിലും ഏത് ചിഹ്നം ചേർത്ത ചിഹ്നം ഉണ്ടായിരിക്കണം? ഓ എന്നുള്ള ചിഹ്നം എവിടെയെങ്കിലും വേണം നമ്മൾ ചേർത്ത വാക്കിൽ. അപ്പം ആ വെച്ചിട്ട് അലയൊളി, ആയൊരാൾ, ഇതിനൊരറുതി, ഈയൊരാൾ,
ഈശോ, ഈശോ. എവിടൊരു ഗതി, ഏതൊരാളുടെ, കൊടിൽ, കൊടകര, കൊല, കൊലയാളി, കൊടിയ, ചൊടി, ചൊറി, ഞൊടിയിടയിൽ, ഞൊറിയിടുക, തൊടി, തൊഴി, തൊടൽ, തൊഴിൽ, പൊടി, പൊതി, പൊതുമുതൽ, പൊലിമ, സൊനാലിക, ഹൊറർ. വാചകങ്ങൾ അല്ലേ, വാക്കുകൾ കഴിഞ്ഞാൽ നമ്മൾ വാചകമല്ലേ. ഇത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സ്വരാക്ഷരങ്ങളും ഏതെല്ലാമാണ്? അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ. അതുവരെയുള്ള സ്വരാക്ഷരങ്ങൾ ഉപയോഗിക്കാം. അതിൻ്റെ ചിഹ്നങ്ങളും 36 വീതം അല്ലേ, അറിയാല്ല. ആ 36 ചിഹ്നമില്ലാതെ 36 വ്യഞ്ജനങ്ങൾ. ആ ദീർഘം ചേർത്തുള്ള 36 വ്യഞ്ജനങ്ങൾ. ഇ വള്ളി ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. ഈ കെട്ടുപള്ളി ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. ഉ ഉകാരം ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. ഊകാരം ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. ഋകാരം ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. എ പുള്ളി ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. എ കെട്ടുപുള്ളി ചേർത്ത് 36 വ്യഞ്ജനങ്ങൾ. ഐ ഇരട്ടപ്പുള്ളി ചേർത്ത 36 വ്യഞ്ജനങ്ങൾ. കൂടാതെ ഇടത് പുള്ളിയും വലതു ദീർഘവും ചേർത്തുകൊണ്ടുള്ള 36 എണ്ണവും ചേർത്തിട്ടുള്ള എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടി എന്തും കൂടി ചേർക്കാം? നമ്മുടെ ചില്ലക്ഷരങ്ങൾ ചേർക്കാം. നമ്മൾ തൽക്കാലം മാറ്റി നിർത്തിയേക്കുന്നത് ഏതാണ്? അനുസ്വാരം ചേർത്തുള്ള വാക്കുകൾ വേണ്ട, വിസർഗം ചേർത്ത വാക്കുകൾ വേണ്ട, കൂട്ടക്ഷരങ്ങൾ വേണ്ട. എന്താ കൂട്ടക്ഷരങ്ങൾ വേണ്ടാത്തത്? അവിടെ ഒരു ചന്ദ്രകല എന്നുള്ള ചിഹ്നം നമ്മൾ വേറെ ഒരു ചിഹ്നവും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ വാചകത്തിലോട്ട് കിടക്കാം. നിങ്ങൾ കൊടുമുടി എന്ന് കേട്ടിട്ടുണ്ടോ? കൊടുമുടി, അതായത് ഉയരം കൂടിയ മല, അതാണ് കൊടുമുടി. നമ്മുടെ കൈരളി നാട്ടിൽ മുടിയുണ്ട്. കൊടുമുടിയുടെ പേരെന്താണെന്നറിയാമോ? ആനമുടി. ഈ ആനമുടി കൊടുമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിൻ്റെ ഇരവികുളം എന്നുള്ള നാഷണൽ പാർക്കിൻ്റെ സമീപത്താണ് ഈ കൊടുമുടി ഉള്ളത്. എവിടെയാണ് ആനമുടി കൊടുമുടി? ആനമുടി കൊടുമുടി എവിടെ ചോദിക്കാം. എന്തെഴുതാം? ഇരവികുളമാണീയുയരമേറിയ കൊടുമുടിയായ ആനമുടി. ഇരവികുളമാണീയുയരമേറിയ കൊടുമുടിയായ ആനമുടി. എല്ലാ ചിഹ്നങ്ങളും വരില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരള നാട്ടിൽ തൊട്ടടുത്ത് തമിഴ്നാട്, കർണാടക, അതുകൂടാണ്ട് ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഗുജറാത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതിൻ്റെ 1600ഓളം കിലോമീറ്റർ അതിന് നീളമുണ്ട്. ഇത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറേക്ക് നീങ്ങിയിട്ടാണ്, അറബിക്കടലിൻ്റെ സമീപമായിട്ടാണ് ഇത്. നമ്മൾ നോക്കുമ്പോൾ വലിയ ഇതാണെങ്കിലും ഇന്ത്യയെ അല്ലെങ്കിൽ ഭൂപടത്തിൽ നോക്കുമ്പോൾ അതൊരു ചെറിയ ദൂരമാണ്. അറബിക്കടലിനോട് ചേർന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറ് തെക്കേ അതിരായിട്ട് നിൽക്കുന്ന ഒരു വലിയ പർവ്വതനിര. സ്റ്റാർട്ടിങ് ഗുജറാത്ത്. നമുക്ക് ഗുജറാത്ത് എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ത കൂട്ടക്ഷരം. മഹാരാഷ്ട്ര എഴുതാൻ പറ്റുമോ? പറ്റില്ല, ഷ്ട്ര കൂട്ടക്ഷരം. ഗോവ എഴുതാൻ പറ്റുമോ? പറ്റില്ല, ഓ നമ്മൾ പഠിച്ചിട്ടില്ല. കർണാടക അതെഴുതാം, കാരണം പരിഷ്കരിച്ച ലിപി പ്രകാരം ഇർ കഴിഞ്ഞാൽ ക, ച, ട, ത, പ ഈ 5 അക്ഷരങ്ങൾ ഇരട്ടിച്ചാൽ മതി. ചർക്ക അല്ലേ, ക. പക്ഷെ ണ, ആ, ക, ച, ട, ത, പ എന്നുള്ള 5 എണ്ണത്തിൽ വരാത്തത് കൊണ്ട് കർണാടക എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. കൈരളി കഴിഞ്ഞാൽ, കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ഇതിൻ്റെ പോകുന്നുണ്ട്. പക്ഷേ തമിഴ്നാടൊന്നും എഴുതാൻ പറ്റില്ല, ചന്ദ്രകല വരും അവിടെ. അപ്പോൾ നമുക്ക് പറയും പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്, പക്ഷെ കേരളത്തിൻ്റെ പടിഞ്ഞാറല്ല, കിഴക്ക് വശത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറായതുകൊണ്ട് പശ്ചിമഘട്ടം എന്ന് പറയും.
അത് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്താ കാര്യം? പശ്ചിമ, ശ്ചി കൂട്ടക്ഷരം. ഈ സഹ്യാദ്രി എന്ന് പറയും, എഴുതാൻ പറ്റുമോ? പറ്റില്ല. അവിടെയും കൂട്ടക്ഷരങ്ങൾ വരുന്നുണ്ട്. തൊഴിലാളി അല്ലേ? തൊഴിലാളി എന്ന് കേട്ടിട്ടില്ലേ? തൊഴിൽ ചെയ്യുന്നവൻ തൊഴിലാളി. അപ്പോൾ മുതലാളിയോ? തൊഴിൽ ചെയ്യാത്തവനാണോ? മുതലാളികളും തൊഴിലാളികളായിരിക്കണം. തൊഴിലാളിമാർക്കേ മുതലാളികളായി മാറാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസ്, പൊതുമുതലിൻ സേവകരായ അല്ലേ? പൊതുമുതലിൻ സേവകരായ അതാരാണ്? ഇപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ പൊതുമുതലിൻ്റെ സേവകരാണ്, പൊതുമുതലിൻ്റെ കാവലാളുകളാണ് അല്ലേ? പൊതുമുതലിൻ സേവകരായ ധീരരായ തൊഴിലാളികളെ മുതലാളി ചമയരുതേ. അല്ലെങ്കിൽ മുതലാളിമാരാകാതെ തൊഴിലാളിമാരായാലേ നാടിന് ഗതി വരൂ. പനിനീരെന്ന് പറഞ്ഞാൽ എന്താണ്? പനിനീരെന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ്, റോസാപ്പൂ. അപ്പോൾ ഒരു തോട്ടം, ആ തോട്ടത്തിൽ കൃഷി ചെയ്യണത് പനിനീർ മലരാണ്, പനിനീർ റോസാപ്പൂവാണ്. പക്ഷേ നമ്മളൊരു സംഗതി ചെയ്താൽ അവിടെ മറ്റ് കൃഷികളും ഉണ്ടാകും അല്ലേ? ചെറു കൃഷിയുടെ ഇടക്ക് വലിയ കൃഷി ഉണ്ടാകും, വലിയ കൃഷിയുടെ ഇടക്ക് നമ്മൾ കേട്ടിട്ടില്ലേ ഹ്രസ്വവിള, ദീർഘവിള എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ റോസാപ്പൂവിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു തൈമാവുണ്ട്. ഈ തൈമാവിലെ ഒരു ചെറിയൊരു ചൊറിയമ്പുഴു വന്ന്, അങ്ങനെയാണ് ശലഭം മുട്ടയിട്ട് ചൊറിയമ്പുഴു വരുള്ളൂ. കുഞ്ഞുങ്ങൾ മുട്ട, അത് ചക്രം ഉള്ളതാണല്ലോ, ജൈവചക്രമുള്ള, അതിന് ഇപ്പം എന്താ പറയുന്നത്, ജീവിതചക്രം അല്ലേ? പല ഘട്ടങ്ങളിലൂടെയാണ് ശലഭം വരുന്നത്. ആദ്യം ശലഭം മുട്ടയിടും, അപ്പം മുട്ട, അത് പൊട്ടുമ്പോൾ പുഴു അവിടെയുള്ള ഭക്ഷണമൊക്കെ തിന്ന് കൊഴുത്ത് മുഴുത്ത് വരുമ്പോൾ അത് സമാധി, പ്യൂപ്പ. ആ പ്യൂപ്പയിൽ ഇരുന്നുകൊണ്ടാണ് അതിൻ്റെ ഭംഗിയുള്ള ചിറകുകൾ വന്നത് പൊട്ടി ശലഭമായിട്ട് മാറുന്നത് അല്ലേ? അപ്പം അതാണ് ടീച്ചർ എല്ലാ ചിഹ്നങ്ങളും. പനിനീർ മലരിൻ കൃഷിയിടമായൊരൂരിലെ തൈമാവിൽ ചെറിയൊരു ചൊറിയാൻ പുഴു ചേലെഴുമൊരു ശലഭമായി മാറി. ചേലെഴും, ഭംഗിയെഴും, ഭംഗി മനോഹരമായ തീരും എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം. പനിനീർ മലരിൻ കൃഷിയിടമായൊരൂരിലെ മാവിൽ ചെറിയൊരു ചൊറിയാൻ പുഴു ചേലെഴുമൊരു ശലഭമായി മാറി. എല്ലാ ചിഹ്നങ്ങളും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഓ, ചേരേണം ഇടതൊരു എ ചിഹ്നം, വലതായി വേണമൊരു ആ ചിഹ്നം. അതാണ് ഓ. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ചേരേണം ഇടതൊരു എ ചിഹ്നം, ശേഷമതാവണം ആ ചിഹ്നം. അതാണ് ഓ. ഇന്ന് ഇത്രയും പഠിക്കുക. ധാരാളം വാക്കുകൾ എഴുതി ഓ വെച്ചിട്ട്. അടുത്ത ദിവസം നമുക്ക് ഓ, എന്നിട്ട് നമുക്കതിന് പേര് കൊടുക്കാം. തൽക്കാലം നമുക്ക് നിർത്താം. ഓക്കെ.